ഇപ്പോൾ കുറച്ചാളുകൾ ഈ ചർച്ചയുടെ പുരോഗതിയിൽ എനിക്ക് ശ്രീ സന്ദീപ് വാര്യയുടെ ഒരു പോസ്റ്റും ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ ഈ ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുറച്ച് ജാഗ്രത വേണം. അത് അങ്ങുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഞാനത് ആദ്യമായി കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് അങ്ങനെ വ്യക്തമായി ഉന്നയിക്കാൻ തയ്യാറാകുന്നുമില്ല. എന്തെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ അഭിമുഖീകരിക്കേണ്ടതിട്ടുള്ളൊരു പശ്ചാത്തലം, ഇത് ഞാൻ അങ്ങേ ഈ ചർച്ചയുടെ അതിഥിയായി ക്ഷണിച്ചതാണ്, ഇങ്ങനൊരു സാഹചര്യത്തിലേ അല്ല. എന്നിരുന്നാൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം വന്ന സ്ഥിതിക്ക് അങ്ങേക്ക് അങ്ങയുടെ സാഹചര്യം വ്യക്തമാക്കാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. എന്താണ് ആരോപണം? എനിക്കറിയാം. ആ പോസ്റ്റ് ഞാൻ വായിച്ചു തരണമോ? കുട്ടികളെ കാണാതായ സംഭവത്തിൽ മുംബൈയിലെ ബ്യൂട്ടി പാർലറിന്റെ റോൾ വിശദമായി അന്വേഷിക്കണം. അവിടെ നിന്ന് അറിഞ്ഞ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയുന്നത്. കസ്റ്റമറുടെ വീഡിയോ സൂക്ഷിച്ചതുമായി ബന്ധപ്പെട്ടതിൽ അവിശ്വസനീയതയുണ്ട്. കോവിഡിന് 1.5 വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസിന്റെ അന്വേഷണം നടപടിയും ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം തുടങ്ങിയവയൊക്കെയാണ് ആരോപണങ്ങളായി വരുന്നത്. ഇത് ഒരു ആരോപണമാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അങ്ങയിലേക്ക് ഉന്നയിക്കുകയാണ്. അങ്ങേ ചർച്ചയുടെ മറ്റൊരു തലത്തിലാണ് ഞാൻ അതിഥിയായി വിളിച്ചത്. ഈ പാർലർ എല്ലാവർക്കും അറിയാവുന്ന പാർലർ, എപ്പോഴും ആർക്ക് വേണേലും വന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ആരോപണങ്ങൾ ഇപ്പൊ എന്ത് കാര്യത്തിനാണെങ്കിലും നല്ല കാര്യവും മോശം കാര്യവും കാണുമല്ലോ. എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പോസ്റ്റ് ഇട്ടത്. ഓക്കെ, അല്ലാതെ വേറെ ഒന്നും. നമ്മൾ കസ്റ്റമറിന്റെ ഫോട്ടോ എടുത്ത് അങ്ങനെ വെക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ പോലും മുഖം ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടില്ല. ഒള്ളി ബിഫോർ ആഫ്റ്റർ ആവും. നമ്മളെന്നല്ലാതെ എവിടെ ചെയ്താലും എൻട്രിച്ച് ജ്യൂസിൽ എവിടെ ചെയ്താലും അതുള്ളതാണ്. ബിഫോർ ആഫ്റ്റർ എടുത്ത് കാണിക്കുക. അല്ലാതെ നമ്മൾ കസ്റ്റമറിന്റെ മുഖം ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ അതെന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഇത്രയും സഹായം ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നത്? അതിപ്പോ ഏത് കാര്യത്തിനാണെങ്കിലും നല്ല വശമോ ചീത്ത വശവും, ആൾക്കാരെല്ലാവരും ഒന്നും എല്ലാത്തിലും സന്തോഷമുള്ളവരായിരിക്കില്ലല്ലോ. അതെല്ലാത്തിനും ഒരു മോശം വശം പറയുന്നവർ കാണും. നമ്മൾക്കുമ്പോ ഇതെല്ലാം ഓപ്പൺ ആയിട്ടുള്ള സംഗതിയല്ലേ, നമ്മൾ സീക്രട്ട് ആയിട്ടുള്ള സംഗതികളൊന്നും അല്ല. അപ്പൊ എല്ലാവർക്കും എപ്പോഴാണേലും വന്ന് നോക്കാമല്ലോ. പാർലർ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് കാണും ആൾക്കാർക്ക്. ഇത് ഈ പാർലറിലൊന്നും പോയിട്ടില്ലാത്ത ആൾക്കാർ വിചാരിക്കുന്ന ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ അവിടെ വേറെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ഇതങ്ങനെയുള്ള ഇതൊന്നും ഒരു തൊഴിലിടം എന്ന നിലയ്ക്ക് ഇത്രമേൽ അധിക്ഷേപം കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു തൊഴിലിടം വേറെ ഉണ്ടോ എന്നുള്ളതൊക്കെ സംശയമാണ്. മാത്രമല്ല നിയമപരമായ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന സംവിധാനത്തിനടിയിൽ തന്നെ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അങ്ങയുടേത്. അതെ അതെ അതെ, തീർച്ചയായും. ഓക്കെ, ശരി. ഞാൻ ചോദ്യത്തിന്റെ തുടക്കത്തിൽ തന്നെ അങ്ങോട്ട് ചോദിച്ച് പറഞ്ഞിരുന്നു, എന്റെ ചോദ്യം ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ക്ലാരിഫൈ ചെയ്ത് പോവുക എന്നുള്ളതിന്റെ പേരിലാണ് ചോദിക്കുകയും ചെയ്തത്.